ഹായ് കൂട്ടുകാരെ, ഏവർക്കും മീരൂസ് മീഡിയ ടെക്കിലേക്ക് സ്വാഗതം. ജൂലൈ 21 നാം ചാന്ദ്രദിനമായി ആചരിക്കുകയാണല്ലോ. ഈ ദിനവുമായി ബന്ധപ്പെട്ട ഏതാനും ചില ക്വിസ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. നാം ജീവിക്കുന്ന ഗ്രഹം ഏത്? ഭൂമി. ഭൂമിയുടെ ഉപഗ്രഹം ഏത്? ചന്ദ്രൻ. ഇന്ത്യയുടെ ചാന്ദ്ര പരിവേഷണ പദ്ധതിയുടെ പേര്? ചന്ദ്രയാൻ. എന്നാണ് ചാന്ദ്രദിനം ആചരിക്കുന്നത്? ജൂലൈ 21. ചന്ദ്രനെ കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരെന്ത്? സെലനോളജി. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത് എന്നാണ്? 1969 ജൂലൈ 21. മനുഷ്യനെ ചന്ദ്രനിൽ എത്തിച്ച വാഹനം ഏത്? അപ്പോളോ 11. ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത് ആര്? നീൽ ആംസ്ട്രോങ്. രണ്ടാമതായി ചന്ദ്രനിൽ കാലുകുത്തിയത് ആര്? എഡ്വിൻ ആൽഡ്രിൻ. നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൽഡ്രിനും ചന്ദ്രനിൽ ഇറങ്ങിയപ്പോൾ അവർ വന്ന വാഹനം നിയന്ത്രിച്ചത് ആര്? മൈക്കിൾ കോളിൻസ്. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഏത്? എജ്യൂസാറ്റ്. ചന്ദ്രനിൽ ദൃശ്യമാകുന്ന ആകാശത്തിന്റെ നിറം? കറുപ്പ്. ചന്ദ്രനിലെ ആകാശത്തിന് കറുപ്പ് നിറം വരാൻ കാരണമെന്ത്? ചന്ദ്രനിൽ അന്തരീക്ഷം ഇല്ലാത്തതുകൊണ്ട്. ചന്ദ്രനിലെ പൊടിപടലങ്ങളെക്കുറിച്ച് പഠിക്കാൻ നാസ 2013 വിക്ഷേപിച്ച പേടകത്തിന്റെ പേരെന്ത്? ലാഡി. ചന്ദ്രനിലെ മണ്ണിന് പറയുന്ന പേരെന്ത്? റിഗോലിത്ത്. ആദ്യമായി ബഹിരാകാശത്ത് എത്തിയ ജീവി ഏത്? ലൈക്ക എന്ന നായ. ഇന്ത്യയുടെ ചാന്ദ്ര പദ്ധതിക്ക് ചന്ദ്രയാൻ എന്ന പേര് നിർദ്ദേശിച്ചത് ആര്? എ.ബി. വാജ്പേയി. ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ ആര്? വിക്രം സാരാഭായ്. ബഹിരാകാശത്ത് മനുഷ്യനെ അയക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതി? ഗഗൻയാൻ. മനുഷ്യന് ഇതൊരു ചെറിയ കാൽവെപ്പ്, മനുഷ്യരാശിക്ക് ഇതൊരു വൻ കുതിച്ചുചാട്ടം. ആരുടെ വാക്കുകളാണിത്? നീൽ ആംസ്ട്രോങ്. ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയ ഇന്ത്യക്കാരൻ? രാകേഷ് ശർമ്മ.
ശൂന്യാകാശത്തിലെ കൊളംബസ് എന്നറിയപ്പെടുന്നത് ആര്? നീൽ ആംസ്ട്രോങ്. അമ്പിളി അമ്മാവ താമരക്കുമ്പിളിൽ എന്തുണ്ട്? ഈ നാടകഗാനം എഴുതിയതാര്? ONV കുറുപ്പ്. ഇന്ത്യയിൽ ബഹിരാകാശ കമ്മീഷൻ, ബഹിരാകാശ വകുപ്പ് എന്നിവ സ്ഥാപിക്കപ്പെട്ട വർഷം? 1972. ചന്ദ്രനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഏത്? സെലനോഗ്രാഫി. ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഏവർക്കും ഉപകാരപ്രദമായി എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.